നിന്റെ മുടി നരയ്ക്കുമ്പോൾ നിന്നെ വഹിക്കുന്ന കർത്താവാണ്. ഈ ഉറപ്പ് യുക്തി വേണം. ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കും. ഹിന്ദുമതം 8 രാജ്യങ്ങളിലാണ് ഉള്ളത് ശക്തമായിട്ട്. ഇസ്ലാം മതം കുറെ രാജ്യങ്ങളിൽ. പക്ഷെ ക്രിസ്ത്യാനിറ്റി ലോകം മുഴുവനാ. ഈ ലോകം മുഴുവനാ. അതുകൊണ്ട് ഈ ലോകത്ത് എല്ലാ സമയത്തും വിശുദ്ധ കുർബാനയുണ്ട്, എല്ലാ സമയത്തും കൊന്തയുണ്ട്, എല്ലാ സമയത്തും നൊവേനയുണ്ട്, ലവീനുണ്ട്, ആരാധനയുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അമേരിക്കക്കാര് പൂക്കുറ്റി ഉറക്കമാണ്. അവരുറങ്ങുമ്പം ഇന്ത്യയിൽ കുർബാന. രാത്രി 12 നമ്മൾ ഉറങ്ങുമ്പോൾ ന്യൂസിലൻഡിൽ ഓസ്ട്രേലിയയിൽ കുർബാന. കൊന്ത ചെയ്യുന്ന ജോലി ഭംഗിയായി ചെയ്യുന്നവൻ കർത്താവിലെത്തും. ആ ജോലി ഭംഗിയായി ചെയ്യുന്ന ബലം കിട്ടാൻ വേണ്ടി ഓട്ടയ്ക്ക് പോകണം, അണകരിക്ക് പോകണം, അട്ടപ്പാടി പോകണം, IMSC പോകണം, കൃപാസന്ധി പോകണം. അച്ചുമാർ തൊഴിൽ പോലെ എന്നും അങ്ങോട്ട് പോക്ക് അത് ദൈവത്തിന്റെ പദ്ധതിയേ അല്ല. ദൈവത്തിന്റെ പദ്ധതി ഒരപ്പന് അപ്പന്റെ പണി ഭംഗിയോട് ശക്തി കിട്ടാൻ വേണ്ടി ധ്യാനമന്ദിരങ്ങളും കൺവെൻഷൻ ധ്യാനങ്ങളും. അല്ലാതെ വീട്ടിലെ ജോലി നോക്കാതെ കൗൺസിലിംഗ് പോകുന്നത് ദൈവത്തിന്റെ പദ്ധതിയല്ല. നല്ല അപ്പനായിട്ട് ജീവിക്കാതെ ഭക്തിപ്രസ്ഥാനം പറഞ്ഞു നടക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയല്ല. അങ്ങനെ പോയ കുടുംബങ്ങൾ മുടിഞ്ഞു പോയിട്ടേ ഉള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റപുത്രൻ വണ്ടി അപകടത്തിൽ മരിക്കുമ്പോൾ ബുദ്ധി കൊണ്ട് ഉത്തരവുണ്ടോ? ഭർത്താവ് 50-ാം വയസ്സിൽ സ്ട്രോക്ക് വന്നാൽ ബുദ്ധി കൊണ്ട് ഉത്തരവുണ്ടോ? ഭാര്യ ആദ്യ പ്രസവം കഴിഞ്ഞ് ബ്രസ്റ്റ് ക്യാൻസറായി, യൂട്രസ് ക്യാൻസറായി മരണത്തോട് മല്ലിട്ടാൽ ബുദ്ധി കൊണ്ട് ഉത്തരവുണ്ടോ? നന്നായി പോയ കച്ചവടം ഒരു വിവാദത്തിൽ തകർന്നു പോയാൽ ബുദ്ധി കൊണ്ട് ഉത്തരവുണ്ടോ? ബുദ്ധി കൊണ്ട് ഉത്തരവില്ല പലതും. അവിടെ യോസേപ്പിതാവല്ല പറയണം, ഇതാ നിൽക്കുന്നു ഇഷ്ടം പോലെ നടക്കട്ടെ, ഇതാ നൽകുന്നു ഇഷ്ടം പോലെ നടക്കട്ടെ. നീ എന്ത് തന്നാലും കൈ നീട്ടി സ്വീകരിക്കും. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇടവക മധ്യസ്ഥനായ, തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ പിതാവിനെ നമ്മൾ ധ്യാനിക്കുന്ന ദിവസമാണ്. യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ നമ്മൾ ആഘോഷിക്കുകയും ചെയ്യും. ഈ വലിയ വിശുദ്ധൻ നമുക്ക് തരുന്ന ജീവിത പാഠം എന്തെന്ന് അല്പസമയം നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കുന്നു. യോസേപ്പ് പിതാവ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാതൃകകൾ തന്നിട്ട് മറഞ്ഞുപോയ ആളാണ്. ഒന്നാമതായിട്ട് യോസേപ്പ് പിതാവ് കാണിച്ചൊരു മാതൃക ഉയർച്ചയും താഴ്ചയും ഒരേ മനസ്സോടെ സ്വീകരിക്കണം. ആശാരിപ്പണിക്കന് ഉളി കൈ പിടിച്ചപ്പെടും, അത്യുന്നതന്റെ പുത്രനെ കയ്യിലെടുത്തപ്പെടും. ഒരേ മനസ്സ്. നമ്മൾ കാണുന്നുണ്ട്, ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്തപ്പോഴും നസ്രത്തിൽ ഈജിപ്തിലേക്ക് ഒളിച്ചോടിയപ്പോഴും നസ്രത്തിലേക്ക് തിരിച്ചോടിയപ്പോഴും ഒരേ മനസ്സ്. ഒട്ടും വാടിയില്ല, ഒട്ടും തളർന്നില്ല, എല്ലാം ഒരേ മനസ്സോടെ സ്വീകരിക്കുന്ന യോസേപ്പ് പിതാവിനെ കാണും. നമുക്കും ഈ പുണ്യവാളൻ തന്നെ ചിന്ത. ജീവിതത്തിൽ ചെറിയ പ്രയാസം വരുമ്പോൾ ചുമ്മാ നീറരുത്. ഒരു വലിയ സന്തോഷം വരുമ്പം ആവശ്യമില്ലാതെ ഞെളിയരുത്. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഒരേ മനസ്സോടെ സ്വീകരിക്കാൻ പഠിക്കണം. ഉയർച്ച വന്നാലും താഴ്ച വന്നാലും ഒരേ മനസ്സോടെ സ്വീകരിക്കാൻ പഠിക്കണം. ഇതാണ് യോസേപ്പ് പിതാവ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. വിജയമുണ്ടാകാം, തോൽവിയുണ്ടാകാം, കരച്ചിൽ വരാം, സന്തോഷം വരാം, വീഴ്ചയുണ്ടാകാം, വിജയമുണ്ടാകാം, എല്ലാം ഒരേ മനസ്സോടെ സ്വീകരിക്കണം. നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ ചെറിയ നൊമ്പരം വരുമ്പോൾ വല്ലാതെ അസ്വസ്ഥരാകുന്നവരും ഒരു സന്തോഷം വരുമ്പോൾ വല്ലാതെ ഇളകി മറിയുന്നവരുമാണ്. ജീവിതം 2 ആൽബങ്ങളാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ 2 ആൽബങ്ങൾ. ഒന്ന് സന്തോഷത്തിൻ്റെ ആൽബം, 2 സങ്കടത്തിൻ്റെ ആൽബം. സന്തോഷത്തിൻ്റെ ആൽബം കുഞ്ഞിൻ്റെ ബർത്ത്ഡേ, മാമോദീസ, വീട് വെഞ്ചിരിപ്പ്, കല്യാണം, തിരുനാള്, സമ്മാനം കിട്ടി, അതൊക്കെ സന്തോഷത്തിൻ്റെ ആൽബം. അങ്ങനെയുള്ള ഫോട്ടോ പതിച്ച ആൽബം സന്തോഷത്തിൻ്റെ ആൽബം. തൊട്ടിപ്പുറത്ത് മറ്റൊരു ആൽബം ദുഃഖത്തിൻ്റെ ആൽബം. അമ്മയുടെ അപ്പൻ്റെ ശവമടക്ക്, അപ്പൻ്റെ അമ്മയുടെ ശവമടക്ക്, വണ്ടി അപകടത്തിൽ കൈയും കാലും ഒടിഞ്ഞ് പ്ലാസ്റ്ററിട്ട് ആശുപത്രിയിൽ
കാഷ്വാലിറ്റിയിൽ കിടന്നു ഫോട്ടോ ദുഃഖത്തിന്റെ ആൽബം. പലരും ഈ ദുഃഖത്തിന്റെ ആൽബം നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും, സന്തോഷത്തിന്റെ ആൽബത്തെ നോക്കാറേയില്ല. ജീവിതത്തിൽ സന്തോഷം നോക്കിയ ആൽബങ്ങൾ മാറി മാറി നോക്കണം. കുറച്ചുനാൾ മുമ്പ് 50 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ 10 പഠിക്കുന്ന മോനെയും കൊണ്ട് അച്ഛനെ കാണാൻ വന്നു. അപ്പൊ ഈ അമ്മയാണെങ്കിൽ കരിക്കട്ട പോലെ കറുത്തിരിക്കുന്ന ഒരു സ്ത്രീ. ഈ അമ്മ പറഞ്ഞു, അച്ഛൻ ഇവന്റെ തലയെ കൈവച്ച് ഗൗരവത്തിൽ ഒന്ന് പ്രാർത്ഥിക്കണം, എപ്പോഴും മൊബൈൽ ഫോണിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവനൊരു മോചനം കിട്ടാൻ വേണ്ടിയില്ല. അരമണിക്കൂർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് അമ്മയും മോനും തിരിച്ചുപോയി. തിരിച്ചു പോകുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, വേറെ എന്നാ ഒരു വിശേഷം? ഓ, എന്നാ പറയാനാ സാർ, കറുപ്പ് മോശം നിറമാണോ? ഈ സ്ത്രീ കരിക്കട്ട പോലെ കറുത്തയാളാ. കറുപ്പ് മോശം നിറമാണ്. അവർ കോഫി അന്നൻ കറമ്പനല്ലേ? അതെ. ആഫ്രിക്കക്കാർ കറമ്പനല്ലേ? അതെ. എൻ്റെ അച്ചു, അവരുടെ കറുപ്പ് ഒരു മഹാഭാഗ്യം, എൻ്റെ കറുപ്പ് ഒരു വലിയ ശാപം. ഞാൻ ജനിച്ചു വീണ നാളുകളിൽ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പുള്ളിക്കാക്ക പുള്ളിക്കാക്ക. സ്കൂളിൽ കുട്ടികളെ വിളിച്ചു കരിങ്കാക്ക കരിങ്കാക്ക. കെട്ടിയോൻ വിളിച്ചു മുതുകാക്ക. ഈ മോൻ വിളിച്ചു അമ്മക്കാക്ക. ഈ വിളി കേട്ടും മടുത്തു. ഞാൻ പറഞ്ഞു, എടാ നീ അമ്മയെ കാക്കയെന്ന് വിളിച്ചാൽ ഗതി പിടിക്കുകയില്ല, പത്തി തോറ്റു പോകും. കണ്ണുരുട്ടി പിന്നെ വിരട്ടി വിട്ടു. അവൻ മനച്ച ഇനി മേലിൽ ഞാൻ എൻ്റെ അമ്മയെ കാക്കയെന്ന് വിളിക്കുകയില്ല. ഇവര് പോയി. 5-6 മാസത്തേക്ക് പിന്നെ വന്നില്ല. 6 മാസം കഴിഞ്ഞു. മധ്യവേനൽ അവധിക്ക് അമ്മ മോനെയും കൂട്ടി വന്നു. ഈ അമ്മയുടെ മുഖം പൂർവാധികം ഇരുണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, സഹോദരി എന്നാ ഉണ്ട് വിശേഷം? ഓ, എന്നാ പറയാനാ വെച്ചാ ഒരു ഇതുമില്ല, ഒരു ഏതാണ്ട് പോലെ. ഞാൻ ചോദിച്ചു, കാക്ക പിന്നെയും പ്രശ്നമുണ്ടാക്കിയോ? എൻ്റെ അച്ചു എന്നാ പറയാനാ? കെട്ടിയവൻ കാക്കയെന്ന് വിളിച്ചോ? ഇല്ല. നാട്ടുകാർ വിളിച്ചോ? ഇല്ല. ഈ മോൻ വിളിച്ചോ? അച്ഛൻ അവനോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എടാ നീ നിന്റെ അമ്മയെ പിന്നെ കാക്കയെന്ന് വിളിച്ചോ? വിളിക്കല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അവൻ പറഞ്ഞാ വിളിച്ചില്ല, വിളിക്കല്ലെന്ന് പറഞ്ഞതല്ലേ? പിന്നെ അമ്മയുടെ സങ്കടം എന്നാ? അച്ഛൻ അമ്മയോട് തന്നെ ചോദിക്കുക. ഞാൻ ചോദിച്ചു, ഇതേ കെട്ടിയവൻ കാക്കയെന്ന് വിളിച്ചില്ല, നാട്ടുകാർ വിളിച്ചില്ല, ഈ മോനും വിളിച്ചില്ല, പിന്നെ എന്നാ സങ്കടവും? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഇവനെ കാക്കയെന്നൊന്നും വിളിക്കണ്ട. പിന്നെ എപ്പോഴെല്ലാം എന്നോട് അരിശം വരുമോ, അരിശം വരുമ്പോഴൊക്കെ ഇവൻ എന്നെ ഇങ്ങനെ കാണിക്കും. ഇതാണ് പ്രശ്നം. കാക്കയെന്ന് വിളിച്ചില്ല, ഇങ്ങനെ കാണിക്കും. ജീവിതം നന്നായിട്ട് പോകുമ്പോൾ കെട്ടിയവൻ ഇങ്ങനെ കാണിക്കാം, തളരരുത്. ഭാര്യ ഇങ്ങനെ കാണിക്കാം, വാടരുത്. മക്കളും കാണിക്കാം, തളരരുത്. ഉയർച്ച താഴ്ചകൾ യോസേഫിനെ പോലെ ഒരേ മനസ്സോടെ സ്വീകരിക്കണം. ഓശാനയുടെ ജൈവിളിയും ദുഃഖവിളിയുടെ കൊലവിളിയും ഒരേ മനസ്സോടെ സ്വീകരിക്കാൻ യോസേപിതാവ് പഠിപ്പിക്കുകയാണ്. ഈ യോസേപിതാവിന് ഇതിന് സാധിച്ചതിന്റെ പ്രധാന കാരണം എന്താ? യോസേപിതാവിന് ഉയർച്ച താഴ്ചകളും ദുഃഖവിജയങ്ങളും പരാജയങ്ങളും വിജയങ്ങളും വീഴ്ചയും ഉയർച്ചയും എല്ലാം ഒരേ മനസ്സോടെ സ്വീകരിക്കാൻ കഴിഞ്ഞതിന്റെ ഒന്നാമത്തെ കാരണം യോസേപിതാവ് ദൈവത്തോട് ആലോചന നടത്തിയവനാണ്. യോസേപിതാവിന്റെ കൺസൾട്ടേഷൻ ദൈവവുമായിട്ടാണ്. ദൈവത്തോട് ആലോചന നടത്തുന്ന മനുഷ്യൻ ജീവിതത്തിൽ തളരാതെ പിടിച്ചു നിൽക്കും. അതാണ് നമ്മൾ കാണുക. സ്വപ്നത്തിൽ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ യോസേപിതാവ് മാലാഖയോട് ദൈവത്തോട് കൺസൾട്ടേഷൻ നടത്തി. ഓർത്തു നോക്കുക, യോസേപിതാവ് കെട്ടാൻ പോകുന്ന പെണ്ണ് ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അപ്പന്റെ പെങ്ങളുടെ മക്കളോട് ചോദിക്കുക, കെട്ടണോ വേണ്ടയോ? എല്ലാവരും പറയും ഡൈവോഴ്സ്. കൂട്ടുകാർ പറയും ഡൈവോഴ്സ്. ദൈവം പറഞ്ഞു അക്സെപ്റ്റ്. ദൈവത്തോട് ആലോചന നടത്തുമ്പോൾ ഉത്തരങ്ങൾ വ്യത്യസ്തമാണ്. അറിവില്ലാത്ത മനുഷ്യനോട്, വിവരം കെട്ട മനുഷ്യനോട് ചുമ്മാ ആലോചന നടത്തിയാൽ അബദ്ധങ്ങൾ പറഞ്ഞു തരും. ദൈവത്തോട് ആലോചന നടത്തിയോ ദൈവം നല്ല കാര്യം പറഞ്ഞു തരും. യോസേപിതാവ് ദൈവത്തോട് ആലോചന നടത്തി. പരിശുദ്ധാത്മാവിൽ മറിയം ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ അവളെ സ്വീകരിക്കണോ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒളിച്ചോടാൻ ദൈവം പറഞ്ഞപ്പോൾ ഒളിച്ചോടി, തിരിച്ചോടാൻ പറഞ്ഞപ്പോൾ തിരിച്ചോടി. ഏത് സമയത്തും ദൈവത്തോട് ആലോചന ചോദിച്ച യോസേപിതാവ്. ജീവിതത്തിൽ ഒരു പ്രിയപ്പെട്ടവർക്കും ചില സമയത്ത് നിങ്ങളെ സഹായിക്കാൻ പറ്റുകയില്ല. ഒത്തിരി വേണ്ടപ്പെട്ടവരെന്ന് കഴിയവർക്കും സഹായിക്കാൻ പറ്റുകയില്ല. സഹായിക്കാൻ ഒരുവനേ ഉള്ളൂ. 366 പ്രാവശ്യം ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞവനെ നിങ്ങളെ സഹായിക്കാനുള്ളൂ.
അച്ഛന്മാരെ ആണെങ്കിലും ആത്മാരെ ആണെങ്കിലും ഏത് ജീവിതത്തിലും വേദനകളിൽ നൊമ്പരങ്ങളിൽ ദൈവത്തോട് മിണ്ടുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം ദൈവം നമുക്ക് നല്ല വിവേകം തരും, ബുദ്ധി തരും. ഇതാണ് യോസേപ്പ് പിതാവ് ദൈവത്തോട് ആലോചന ചോദിച്ചു, ദൈവത്തോട് കൺസൾട്ടേഷൻ നടത്തി. നമുക്ക് നമ്മുടെയൊക്കെ കുടുംബത്തിലും ഈ ആലോചന നടത്തണം. മക്കളെക്കുറിച്ച് ഒരു പ്രധാന സമയം വരുമ്പോൾ ചുമ്മാ കൂട്ടുകാരോടും വീട്ടുകാരോടുമല്ല, ആദ്യം ദൈവത്തോട് ചോദിക്കണം. എൻ്റെ മോക്കൊരാലോചനയുണ്ട്, എൻ്റെ മോനൊരാലോചനയുണ്ട്, ഇങ്ങനൊരു കാര്യം വരുന്നുണ്ട്, ദൈവമേ എന്നാ ചെയ്യണം. ദൈവത്തോട് നിരന്തരമായി ആലോചന നടത്തുക, ചോദിക്കുക. അതാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മളെപ്പം ആലോചന ചോദിച്ചാലും ആ ആലോചനയ്ക്ക് ദൈവം ഉത്തരം തരും. കാരണം ഈശോ മിശിഹ ആരെ പോലെ 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലെ കാഷ്വാലിറ്റി പോലെയാണ്. ഏത് സമയവും അവൻ തുറന്നിരിക്കും. അവന്റെ കാതടയുകയില്ല, കണ്ണടയുകയില്ല. അതാണ് ഏഷ്യ 59:1. രക്ഷിക്കുവാനാകാത്ത വിധം അവന്റെ കരങ്ങൾ കുറുകി പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ മുടി നരയ്ക്കുമ്പോൾ നിന്നെ വഹിക്കുന്ന കർത്താവാണ്. ഈ ഉറപ്പ് യുക്തി വേണം. ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കും. ഹിന്ദുമതം 8 രാജ്യങ്ങളിലാണ് ഉള്ളത് ശക്തമായിട്ട്. ഇസ്ലാം മതം കുറെ രാജ്യങ്ങളിൽ. പക്ഷെ ക്രിസ്ത്യാനിറ്റി ലോകം മുഴുവനാ, ഈ ലോകം മുഴുവനാ. അതുകൊണ്ട് ഈ ലോകത്ത് എല്ലാ സമയത്തും വിശുദ്ധ കുർബാനയുണ്ട്, എല്ലാ സമയത്തും കൊന്തയുണ്ട്, എല്ലാ സമയത്തും നൊവേനയുണ്ട്, ലവീനുണ്ട്, ആരാധനയുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അമേരിക്കക്കാര് പൂക്കുറ്റി ഉറക്കമാണ്. അവരുറങ്ങുമ്പം ഇന്ത്യയിൽ കുർബാന. രാത്രി 12-ന് നമ്മൾ ഉറങ്ങുമ്പോൾ ന്യൂസിലൻഡിൽ ഓസ്ട്രേലിയ കുർബാന. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ അകത്താവും. അവനെല്ലാവരെയും പ്രാർത്ഥന കേട്ടു. എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവായ യേശുവേ, മഴ തരണേ, മഴ തരണേ, ഇടുക്കി ഡാമിൽ വെള്ളം തരണേ, ഏലം കരിക്കരുത്, കപ്പ ഉണക്കരുത്, കാപ്പി തകർക്കരുത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കുട്ടനാട്ടുകാര് മഴയരുതേ, മഴയരുത്, വീട് വെള്ളത്തിൽ മുക്കരുത്, എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കണം. ഒരു ചെറുപ്പക്കാരന്റെ കുടലിൽ അൾസർ, അടിയന്തര ഓപ്പറേഷൻ. ഡോക്ടർ പറഞ്ഞു 3 മണിക്കൂർ നീളുന്ന ഓപ്പറേഷൻ. ഇവൻ അപ്പനോട് പറഞ്ഞു, അപ്പാ, എൻ്റെ ഓപ്പറേഷൻ നടക്കുമ്പോൾ എനിക്ക് പേടി വരാതിരിക്കാനും ജീവന് അപകടം വരാതിരിക്കാനും അപ്പൻ തിയേറ്ററിന് പുറത്തിരുന്ന് കൈവിരിച്ച് കരണക്കൊന്തയല്ലാണ്. ഓപ്പറേഷൻ ആരംഭിച്ചു. അപ്പൻ കരണക്കൊന്തയെല്ലാം തുടങ്ങി. കുറെ കഴിഞ്ഞ് ഇയാളേക്കാൾ പ്രായമുള്ള വേറൊരു ചേട്ടൻ ഇയാളോട് ചോദിച്ചു, എന്തിനാ ഈ കരണക്കൊന്തയുന്നത്? ഇയാൾ പറഞ്ഞു, എൻ്റെ മോന്റെ ഓപ്പറേഷൻ അപകടം വരാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അതിന് കരണക്കൊന്ത. ഇയാൾ പറഞ്ഞു, എൻ്റെ മോന്റെ ഓപ്പറേഷൻ താനെന്തിനാ പ്രാർത്ഥിക്കുന്നത്? അയാൾ പറഞ്ഞു, എൻ്റെ മോനാ ഡോക്ടർ, അവന്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്, കൈ വരയ്ക്കാതിരിക്കാൻ അവന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന, എല്ലാവരെയും കാണുന്ന ദൈവമുണ്ട്. അപ്പം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം. കുടുംബ പ്രാർത്ഥന ദൈവത്തോട് ആലോചന ചോദിക്കുക. ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന ദൈവത്തോട് ആലോചന ചോദിക്കുക. പ്രാർത്ഥിക്കാതിരിക്കരുത്, പ്രാർത്ഥിക്കാതെ കിടക്കരുത്, പ്രാർത്ഥിക്കാതെ ദിവസത്തിന്റെ കർമ്മങ്ങൾ ആരംഭിക്കരുത്. പ്രാർത്ഥന ദൈവത്തോട് ആലോചന നടത്തുന്ന അവസരമാണ്. 3 വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 3 വിധത്തില്. യോസേപ്പ് പിതാവിന്റെ പ്രാർത്ഥനയുടെ മോഡൽ എന്താ? ചോദിക്കുവിൻ ലഭിക്കും. ഇത് 1ാമത്തെ പ്രാർത്ഥനയാണ്. പള്ളിയിൽ പോകുന്നത്, ആരാധനയ്ക്ക് പോകുന്നത്, കുർബാനയ്ക്ക് പോകുന്നത്, നൊവേനയ്ക്ക് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ. ആവശ്യങ്ങൾ പറഞ്ഞു കഴിയുമ്പം പ്രാർത്ഥന തീർന്നു. പിന്നെ കറങ്ങുന്ന ഫാന്, കുരയ്ക്കുന്ന പട്ടി, കരയുന്ന കുട്ടി, നിരങ്ങുന്ന കസേര എല്ലാം നോക്കിക്കൊണ്ടിരിക്കും. ആവശ്യങ്ങൾ പറഞ്ഞു, പ്രാർത്ഥന തീർന്നു. കർത്താവേ, കൊച്ചു +2 എഴുതി നല്ല മാർക്ക് തരണേ, 10ാം ക്ലാസ് കഴിഞ്ഞു നോക്കിക്കോണേ, പെരപണിയുണ്ട് ലോൺ പാസ്സാക്കണേ, വൈകി കൊളുത്തിപ്പിടുത്തോണ്ട് കുഴപ്പം വരുത്തരുതേ, അറിയിപ്പ് കൊടുത്തു, പ്രാർത്ഥന തീർന്നു. ഇത് ഇവിടെ നമ്മൾ സംസാരിക്കുന്നു, ദൈവം കേൾക്കുന്നു. ഇതാണ് 1ാമത്തെ പ്രാർത്ഥന. നമ്മൾ സംസാരിക്കുന്നു, ദൈവം കേൾക്കുന്നു. ഏറ്റവും താഴ്ന്ന പ്രാർത്ഥനയാണിത്. ഏറ്റവും നിലവാരം കുറഞ്ഞ പ്രാർത്ഥന. ചുമ്മാ ചറവറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവത്തെ കേൾക്കുന്നില്ല. എങ്കിലും ദൈവം പ്രാർത്ഥന കേൾക്കും. അങ്കമാലിയിൽ 18 വയസ്സുള്ള യുവാവ് കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, 21 വയസ്സാകുന്ന അന്ന് നീ എനിക്ക് 3 സമ്മാനങ്ങൾ തരണം. ദൈവം ചോദിച്ചു, എന്തെല്ലാവാ? 1, ഒരു മുഴുത്ത വണ്ടി. 2, കൈ നിറയെ പിടിക്കാൻ കാശ്.
3, ബോധം ഉള്ളവർക്ക് മുട്ടി നിൽക്കാൻ കുറെ പെണ്ണുങ്ങൾ 3 സമ്മാനം തരണം. മുഴുത്ത വണ്ടി വേണം, കൈതരിപ്പിക്കാൻ കാശ് വേണം, മുട്ടി നിൽക്കാൻ പെണ്ണുങ്ങളും വേണം. ദൈവം ഓർത്തു മുറ്റു പ്രാർത്ഥന. ദൈവം പ്രാർത്ഥന കേട്ടു. അവൻ 21 വയസ്സായെന്ന് കർത്താവ് അവനെ അങ്കമാലി പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാക്കി മാറ്റി. മുഴുത്ത വണ്ടി, കൈനിറയെ കാശ്, മുട്ടി നിൽക്കാൻ പെണ്ണുങ്ങൾ, ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥ. ചോദിക്കുവിൻ ലഭിക്കും. അത് 1ാമത്തെ സ്റ്റേജാണ്. ഞാൻ ചോദിക്കുന്നു, ദൈവം മറുപടി തരും. 2, അന്വേഷിക്കുവിൻ കണ്ടെത്തും. കുർബാനയ്ക്ക് 5 മിനിറ്റ് മുമ്പ് പള്ളിയിൽ വന്ന് അൾത്താരയിലേക്ക് നോക്കി മുട്ടുകുത്തി നിൽക്കും. കുർബാന കഴിഞ്ഞും ഒരു 2 മിനിറ്റ് നന്ദി നടത്തും. ദൈവത്തോട് ഞാനും പറയും, ദൈവം എന്നോടും പറയും. 2ാമത്തെ പ്രാർത്ഥന. പറയാനും പകുതി സമയം, കേൾക്കാനും പകുതി സമയം. 3, ആത്മാവിലെ പ്രാർത്ഥന. ഒന്നും പറയാനില്ല. പള്ളിയിൽ വന്ന ബെഞ്ചിൽ മടിയിൽ കൈയും വശം ഇരിക്കും, തറയിൽ മുട്ടുകുത്തിയിരിക്കും. കുരിശയെ നോക്കും, സക്രാരിയെ നോക്കും, ഞാൻ തിരിച്ചു പോകും. ഇത് 3ാമത്തെ പ്രാർത്ഥനയാണ്. ഇവിടെ ദൈവം പറയുന്നു, ഞാൻ കേൾക്കുന്നു. പ്രാർത്ഥനയുടെ 3 സ്റ്റേജുകൾ. 1ാം സ്റ്റേജിൽ ഞാനും പറയും, ദൈവവും പറയും. 2ാം സ്റ്റേജിൽ ദൈവം 1ാം സ്റ്റേജിൽ ഞാൻ പറയും, ദൈവം കേൾക്കും. 2ാം സ്റ്റേജിൽ ദൈവവും പറയും, ഞാനും പറയും. 3ാം സ്റ്റേജിൽ എനിക്കൊന്നും പറയാനില്ല, ദൈവത്തെ കേട്ടുകൊണ്ടിരിക്കും. 1ാമത്തെ സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ പള്ളിയിൽ പോകും, ആരാധനയ്ക്ക് പോകും, നൊവേനയ്ക്ക് പോകും. പക്ഷെ 3ാം സ്റ്റേജിൽ ആരാധനയ്ക്ക് പോകുന്നത്, കുർബാനയ്ക്ക് പോകുന്നത് എന്റെ ആവശ്യമായി മാറും. 1ാം സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ പോകും. 3ാം സ്റ്റേജിൽ അവന്റെ അടുക്ക് പോകുന്നത് ആവശ്യമായിട്ട് മാറും. അവനെ കേട്ടുകൊണ്ടിരിക്കും. യോസേപ്പ് പിതാവ് ഈ 3ാം സ്റ്റേജിലാണ്. ഒന്നും പറയാനില്ല. അവൻ പറയും, അതുപോലെ ചെയ്യും. അവൻ പറയും, അതുപോലെ ചെയ്യും. യെശയ്യാ 64:8. ഞാൻ കളിമണ്ണാണ്, നീ കുശവനാണ്, ഇഷ്ടം പോലെ എന്നെ മെനഞ്ഞെടുക്കുക, വാർത്തെടുക്കുക. ഇപ്പൊ ദൈവത്തോട് നിരന്തരമായി ആലോചന നടത്തിയവൻ യോസേപ്പ് പിതാവ്. യോസേപ്പ് പിതാവിന്റെ 2ാമത്തെ പ്രത്യേകത, സ്വപ്നങ്ങളുടെ മനുഷ്യൻ. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവനാ യോസേപ്പ് പിതാവ്. ദൈവം കൊടുത്ത സ്വപ്നത്തിന് ഉത്തരം കൊടുത്ത ഒരു പുണ്യാത്മാവിനെ യോസേപ്പ് പിതാവിൽ നമ്മൾ കണ്ടെത്തുന്നു. നമുക്കും വേണം സ്വപ്നം. ആരെല്ലാം ലോകത്ത് ഉള്ളിൽ സ്വപ്നം സൂക്ഷിച്ചോ, സ്വപ്നം സൂക്ഷിച്ചവർ വലിയ മനുഷ്യരായിട്ട് മാറി. പണ്ടൊരു നാളിൽ ഈജിപ്തിൽ അഹമോസ് 2 ഒരു സ്വപ്നം. മരിച്ചുപോയ അപ്പന് ഒരു കല്ലറ. സ്വപ്നത്തിൽ കണ്ടതുപോലെ കല്ലറ പണിതു. ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നായ ഈജിപ്ഷ്യൻ പിരമിഡ്. ഷാജഹാൻ ചക്രവർത്തിക്ക് സ്വപ്നം, മരിച്ച മൺമറഞ്ഞ പ്രാണപ്രേയസി മുംതാസിന് ഒരു സ്മാരകം പണിയണം. ആഗ്രയിലെ മറ്റൊരു വിശ്വവിസ്മയം താജ്മഹൽ. പഴയ നിയമത്തിൽ പൂർവ്വ യോസേപ്പിന് സ്വപ്നം, ഉത്തരം കൊടുത്തു ഈജിപ്തിന്റെ പ്രധാനമന്ത്രി. യോസേപ്പ് പിതാവിന് സ്വപ്നം, ഉത്തരം കൊടുത്തു തിരുക്കുടത്തിന്റെ കാവൽക്കാരൻ യേശുവിന്റെ വളർത്തുപിതാവ്. നമുക്കും വേണം സ്വപ്നം. ഒരച്ഛൻ ഇടവകയിലിരിക്കുമ്പോൾ അച്ഛന് ഇടവകയെക്കുറിച്ച് സ്വപ്നം വേണം, എങ്കിലേ ഇടവക വളരൂ. ഒരു അപ്പന് ഭാര്യയെക്കുറിച്ച്, മകളെക്കുറിച്ച് സ്വപ്നം വേണം. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച്, കുഞ്ഞുങ്ങളെ കുറിച്ച് സ്വപ്നം വേണം. വീടിനെ കുറിച്ച് സ്വപ്നം വേണം. ഉള്ളിൽ സ്വപ്നമുണ്ടോ ബലം വെക്കും. ഉള്ളിൽ സ്വപ്നമുണ്ടോ ചലിക്കാൻ ശക്തി കൂടും. ഉള്ളിൽ സ്വപ്നമില്ലേ മരവിച്ചു പോകും. ചില മനുഷ്യരെ കാണുമ്പോഴേ അറിയാം ഉള്ളിൽ സ്വപ്നമില്ല. നടന്നു പോകുന്ന കണ്ടാൽ തോന്നും ഏതോ മോർച്ചറിയിൽ നിന്നും ശവം നടക്കാൻ പോണതല്ല. നോക്കുന്നവന്റെ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, ഷൂട്ടപ്പിൽ അങ്ങേറ്റോ. ചില പെണ്ണുങ്ങളോട്, ആന്റി അങ്കിൾ എവിടെ പോയതാ? എപ്പം വരുമെന്നറിയാവോ? ഓഹോ, ഈ ഉണങ്ങിയ ശവങ്ങളുണ്ട്. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുമുണ്ട്. ഒരു ചുണയില്ല, ഒരു ചൈതന്യമില്ല, എപ്പോഴും ചത്ത ശവം പോലെ. സ്വപ്നം വേണം. സ്വപ്നമുള്ള അപ്പനുണർവ്, അമ്മയ്ക്കുണർവ്, അച്ഛനുണർവ്, വിദ്യാർത്ഥിക്ക് ഉണർവ്. ഉള്ളിൽ സ്വപ്നമില്ലയോ? ഇതൊക്കെ മതി, ഇത്രയേ ഉള്ളൂ. നോക്കിയിട്ട് കാര്യമില്ല. ചത്ത ശവങ്ങളായി ജീവിക്കല്ല. ജീവിതം ഒന്നേ ഉള്ളൂ. സ്വപ്നങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നിരന്തരമായി പ്രവർത്തിക്കുക. 1, ദൈവത്തോട് ആലോചന നടത്തുക. 2, ഉള്ളിൽ സ്വപ്നങ്ങൾ സൂക്ഷിക്കുക. യോസേപ്പ് പിതാവിന്റെ 3ാമത്തെ പ്രത്യേകതയായിരുന്നു ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള സമർപ്പണം. ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള സമർപ്പണം. എന്താ ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള സമർപ്പണം? നമ്മൾ കാണുന്നുണ്ട് യോസേപ്പ് പിതാവിന്റെ ജീവിതത്തില് തന്റേതല്ലാത്ത ഒരു കൊച്ചിന്റെ കൈക്ക് പിടിച്ച് അപ്പന്റെ അഡ്രസ്സും വെച്ച് വെറുതെ നടക്കുക. ഒരു കഴുതയ്ക്ക് ജീനി ഇട്ട് പിടിച്ചുകൊണ്ട് നടക്കുക. പറയുമ്പം ഓടുക, പറയുമ്പം പോരുക. കണ്ടാൽ പൊട്ടന്റെ പണി മുഴുവൻ.
ബുദ്ധിക്ക് ഒരു ഉത്തരവില്ല. ആൾക്കാർ ചോദിക്കും യോസേഫിനോട്, എന്തിനാ ഈ കൊച്ചിനെ കൊണ്ട് 3 മാസം ഒളിച്ച് ഈജിപ്തിലേക്ക് ഓടിയത്? എന്തിനാ തിരിച്ച് നസറത്തിലേക്ക് വന്നത്? എന്തിനാ ഗർഭിണിയുടെ അപ്പൻ എന്നുള്ള പേരെടുത്തത്? എന്താണ് ഒരു ശിശുവിന്റെ അപ്പൻ എന്നുള്ള ലേബലിലേക്ക് വരിക? ബുദ്ധിക്കപ്പുറവാ. യോസേഫ് പിതാവ് പറയും, ഒരു കാര്യം എനിക്കറിയാം, ലോകത്തിൽ ഒരു രക്ഷകൻ ജനിക്കണമെങ്കിൽ ഏതെങ്കിലും വിഡ്ഢികൾ ഒരു കഴുതയുടെ കയറും പിടിച്ച് നടക്കണം. അങ്ങനെ നടന്നാലേ ലോകത്തിൽ ഒരു രക്ഷകൻ ജനിക്കൂ. ചിലപ്പോൾ ഒരമ്മ വിഡ്ഢിയാ, കീറിയ തുണി ഉടുത്ത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മക്കൾക്കെല്ലാം വിളമ്പിയിട്ട് വെള്ളം കുടിച്ച് വറ്റുകൊടുക്കുന്ന അമ്മ ലോകത്തിന് മുമ്പിൽ വിഡ്ഢികളാ. വിശ്വസിക്കുന്നവർ എന്നും വിഡ്ഢിവേഷം കെട്ടിയേ പറ്റൂ. ഒരപ്പൻ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി സ്വയം മെഴുകുതിരി പോലെ ഉരി തീരുമ്പോൾ ലോകത്തിന് വിഡ്ഢിവേഷമാണ്. അത് ബുദ്ധിക്കപ്പുറമാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ജീവിക്കണം. ഞങ്ങളുടെ സമപ്രായക്കാര് സുന്ദരമായ പാൻസും കോട്ടും ധരിച്ച് ടിപ്പ് ടോപ്പായിട്ട് നടക്കുമ്പോൾ ഞാനും വികാരിയച്ഛനും ബലിയർപ്പിക്കുന്ന അച്ഛന്മാരും ഒക്കെ ഏതോ അറബി നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതുപോലെ അന്യഗ്രഹത്തിൽ പൊട്ടി വീണ പോലെ ഒരു പ്രത്യേക വേഷം. ഒരു മോൻ അമ്മയും കൂടെ മസ്കറ്റിൽ ചെന്നു. എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് അരമണിക്കൂർ ടൈം. അമ്മ കാറിന്റെ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് സ്തുതിയോട് സ്തുതി. കാരണം നോക്കുന്നിടത്തെല്ലാം അറബി അച്ഛന്മാര് നേരത്തെ നിൽക്കുന്നു. ഈ വിഡ്ഢിവേഷം ആരിലും കിട്ടിയേ പറ്റൂ. ഈ ഭൂമിയിൽ ബുദ്ധിക്കപ്പുറത്തേക്ക് വളരണം. അതുകൊണ്ടാണ് പറയുക, ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ചു വെച്ച ദൈവരാജ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകത്തിൽ നിന്നും മറച്ചു വെച്ച ദൈവരാജ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. എന്റെ കയ്യിൽ ഒരു ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് ഞാൻ ഇവിടുന്ന് നീട്ടിയടിച്ചു. 2 പർലോങ് ദൂരെ ഒരു വീടിന്റെ ഭിത്തിയെ ചെന്ന് മുട്ടി. രാത്രി 11-ന് ആ ടോർച്ച് പള്ളിമുറ്റത്ത് നിന്ന് ഞാൻ ആകാശത്തേക്ക് നീട്ടിയടിച്ചു. അപ്പോൾ എന്റെ കൂടെയുള്ള അച്ഛന്മാർ ചോദിച്ചു, എന്താ ജോസഫ് അച്ഛ രാത്രിയിൽ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞു, വല്ല ഉൽക്കയെങ്ങാനും പോന്നുണ്ടെന്നറിയാൻ ടോർച്ച് വെച്ച് അടിച്ചു നോക്കുക. ബ്രൈറ്റ് ലൈറ്റ് ടോർച്ചിന് 2 ഫർലോങ് ദൂരം വരെ എത്താം. പക്ഷേ ഉൽക്കകളിൽ നക്ഷത്രങ്ങളിൽ എത്താൻ പറ്റുകയില്ല. നമ്മുടെ അറിവ്, ഞാൻ സാറാകാം, എഞ്ചിനീയർ ആകാം, അഡ്വക്കേറ്റ് ആകാം, ജേർണലിസ്റ്റ് ആകാം, പൊളിറ്റീഷ്യനാകാം, സയന്റിസ്റ്റ് ആകാം. എന്റെ അറിവ് ഒരു പരിധി നിൽക്കും. അതിനപ്പുറത്താ ദൈവത്തിന്റെ ലോകം. ദൈവത്തിന്റെ ലോകം. ഞാൻ കഴിഞ്ഞ മാസം 40 യുവ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സമ്മേളനത്തിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ വിളിച്ചു, വിശ്വാസത്തെക്കുറിച്ച്, തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച്. അവിടെ പേപ്പർ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു യുവ സയന്റിസ്റ്റ് പറഞ്ഞു, അച്ഛാ, ഞങ്ങളൊക്കെ പേടകങ്ങൾ അയക്കുന്നു, സയൻസിന്റെ കണ്ടുപിടുത്തം നടത്തുന്നു. പക്ഷെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയാൽ എങ്ങോട്ടാ ഒരു പിടിയുമില്ല. അതുകൊണ്ട് ശാസ്ത്രജ്ഞൻ മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ആരാധനാ രീതിയിലുള്ള പ്രാർത്ഥന ചൊല്ലും, എന്നിട്ട് പേടകം വഹിക്കൂ. ഒരു ഹൈന്ദവ സഹോദരനാണോ അവൻ അറിയാവുന്ന ആ ഹൈന്ദവ പ്രാർത്ഥന. ഒരു ക്രിസ്ത്യാനിയാണോ ചൂണ്ടുവരവുണ്ട് പേടകത്തിൽ 3 പ്രാവശ്യം കുരിശ് വരിക്കും. എന്നിട്ട് അവർ പറഞ്ഞാ, ഞങ്ങൾക്ക് കമ്പ്യൂട്ടറും റോബോട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ഏത് ശാസ്ത്രം എത്ര വളർന്നാലും ഉണ്ടാക്കാൻ പറ്റാത്ത ഒന്നുണ്ട്, വികാരം. വികാരം. ഒരു കമ്പ്യൂട്ടറിന് മറ്റൊരു കമ്പ്യൂട്ടറിനെ പ്രേമിക്കാൻ പറ്റിയല്ല. ഒരു കമ്പ്യൂട്ടറിന് മറ്റൊരു കമ്പ്യൂട്ടറിനെ ഗർഭിണിയാക്കി മക്കളെ പ്രസവിപ്പിക്കാൻ പറ്റുകയല്ല. ഏത് ശാസ്ത്രത്തിനും ഒരു പരിമിതി, അതിനപ്പുറത്തേക്കില്ല. ഇവിടെയാണ് ബുദ്ധിക്കപ്പുറമാ ദൈവത്തിന്റെ ലോകം. ബുദ്ധിക്കപ്പുറം. നമ്മുടെ കണക്കൂട്ടലിനപ്പുറമാ നമ്മുടെ ഏറ്റവും വലിയ സ്വകാര്യ സ്വത്ത് ഈ ശരീരമാണ്. ആർക്കും എങ്ങനെയും ദേഹം കൊണ്ട് നടക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നു, IPL ആകാം, ഫുട്ബോൾ ആകാം, ബാസ്കറ്റ്ബോൾ ആകാം. എല്ലാവരുടെയും ദേഹത്ത് പാറ്റ, പല്ലി, അരണ, ഓന്ത്, ഞണ്ട്, തേള്, പെരുമ്പാമ്പ് എല്ലാം പച്ച കുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ കോമാളി വേഷമൊന്നും എടുത്തില്ല, പച്ച കുത്തി വെച്ചിട്ടുണ്ട്. കാരണം സ്വന്തം ദേഹത്തെ ആർക്കും സ്വന്തം ഇഷ്ടം പോലെ കൊണ്ട് നടക്കാം. ഞാൻ അമേരിക്കയിൽ കണ്ടിട്ടുണ്ട്, ചില കറമ്പി പെണ്ണുങ്ങളുടെ തലയിൽ 5 നിറമുള്ള മുടിയാ. പച്ചമുടി, നീലമുടി, മഞ്ഞമുടി, കറുത്ത മുടി. ഒരു കറമ്പിയെ ചിക്കാഗോയിൽ കണ്ടു, ബ്ലൗസ് ഇട്ടിട്ട് കൈ ഇറക്കി കച്ചവും കാണിച്ച് നടക്കുക. ഇവൻ തയ്ക്കാതിരുന്ന പോലെ ഏതെല്ലാം ടൈപ്പ് മനുഷ്യരുള്ളത്. അവന്റെ ഇഷ്ടം പോലെ ദേഹം കൊണ്ട് നടക്കാം. നമ്മുടെ ഏറ്റവും വലിയ സ്വകാര്യ സ്വത്ത് ഈ ശരീരം. പക്ഷെ ഈ ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? ചിന്തിച്ചു നോക്കുക. ജനിച്ചപ്പോൾ ദൈവം നമുക്ക് എല്ലാ അവയവങ്ങളും തന്നു, ഒരെണ്ണം ഒഴികെ. കൈ തന്നു, കാല് തന്നു, കണ്ണ് തന്നു, ചെവി തന്നു, മൂക്ക് തന്നു. പക്ഷെ ദൈവം നമുക്ക് തരാതെ പോയ ഏക അവയവമാണ് വായിലെ പല്ല്.
ജനിച്ചപ്പം പല്ലില്ല. കുറേ നാൾ കഴിഞ്ഞ് മുല്ലപ്പൂ മുട്ടുപോലെ കുമ്പളങ്ങ കുരു പോലെ വായിൽ പല്ല് വന്ന് നകുന്നു. കുറച്ച് കഴിഞ്ഞ് ആ പല്ല് പറഞ്ഞു വീതിയുള്ള പലകപ്പല്ല് മത്തങ്ങാകുരു പോലെ വായിൽ സ്ഥാനം പിടിച്ചു. ചില ആൾക്കാർക്ക് ജീവിതകാലം മുഴുവൻ മോണയ്ക്ക് പഴുപ്പ്, പല്ലിന് പുഴുപ്പ്, നെടുകണ്ട തരിപ്പ്, കുരുകുഞ്ഞാൽ മരപ്പ്. ചില പറയും എൻ്റെ ജോസഫ് അച്ഛ വല്ലാത്ത പല്ലുവേദന, അച്ഛൻ കാര്യമായിട്ട് പ്രാർത്ഥിക്കാവോ? പല്ലായതുകൊണ്ട് കൈ വെച്ച് പ്രാർത്ഥിക്കാമെന്ന് ചോദിക്കില്ല, കൈ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവമായ കർത്താവേ, എൻ്റെ വിരലിലെ നഖം നീട്ടി നീട്ടി തരുമ്പോൾ നഖം വെട്ടി വെച്ച് ടിപ്പ് ടോപ്പാക്കി വെട്ടി നിർത്തിയിട്ടുണ്ട്. ഇതുപോലെ കേടും പോടും പൊത്തും പൊളിപ്പുമുള്ള സകലമാന പല്ലും നീട്ടി നീട്ടി തന്നാൽ ഒരു പല്ലുവെട്ടി വെച്ച് വെട്ടി നിർത്താം. ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഉത്തരം കിട്ടാനോ ഒരു ചോദ്യമാണ്, വായിലെ പല്ല് പോലും ശേഷിക്കുന്നു. അപ്പം ബുദ്ധിക്ക് അപ്പുറമാ ജീവിതം. ഒറ്റപുത്രൻ വണ്ടി അപകടത്തിൽ മരിക്കുമ്പോൾ ബുദ്ധി കൊണ്ട് ഉത്തരവുണ്ടോ? ഭർത്താവ് 50-ാം വയസ്സിൽ സ്ട്രോക്ക് വന്നാൽ ബുദ്ധി കൊണ്ട് ഉത്തരവുണ്ടോ? ഭാര്യ ആദ്യ പ്രസവം കഴിഞ്ഞ് ബ്രസ്റ്റ് ക്യാൻസറായി, യൂട്രസ് ക്യാൻസറായി മരണത്തോട് മല്ലിട്ടാൽ ബുദ്ധി കൊണ്ട് ഉത്തരവുണ്ടോ? നന്നായി പോയ കച്ചവടം ഒരു വിവാദത്തിൽ തകർന്നു പോയാൽ ബുദ്ധി കൊണ്ട് ഉത്തരവുണ്ടോ? ബുദ്ധി കൊണ്ട് ഉത്തരവില്ല പലതും. അവിടെ യോസേപ്പിതാവല്ല പറയണം, ഇതാ നിൽക്കുന്നു ഇഷ്ടം പോലെ നടക്കട്ടെ, ഇതാ നടക്കുന്നു ഇഷ്ടം പോലെ നടക്കട്ടെ. നീ എന്ത് തന്നാലും കൈ നീട്ടി സ്വീകരിക്കും. ദേവാലയത്തിൽ പൈതലായ യേശുവിനെ യോസേപ്പും മറിയവും സമർപ്പിക്കുന്ന അവസരം. ഈ അവസരത്തിൽ ശിമയോൻ പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോകും. അത് മറിയത്തിന്റെ മാത്രമല്ല യോസേപ്പിന്റെയും ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോയി. സ്വന്തം മകനെ പ്രതി ഒരു വാൾ, ഒരു നൊമ്പരം ഉള്ളിൽ കടന്നുപോകും. നമുക്കറിയാം, ബൈബിളിൽ ആദ്യമായിട്ട് താരാട്ട് പാടിയത് ശിമയോനാണ്. എന്താണ് താരാട്ട്? രാരാരോ രാരിലാരോ, ഇവൻ ആരാരോ ഇവൻ ആരിലാരോ. എന്നിട്ട് പറഞ്ഞു, ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും വയ്ക്കപ്പെട്ടു, ഇവൻ മൂലം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. ആ വാൾ ശിമയോൻ നെഞ്ചിൽ വഹിച്ചു. ഓരോ അമ്മയും സ്വന്തം കുഞ്ഞിനെ തൊട്ടിയിലിട്ട് താരാട്ട് പാടും. എന്താണ് താരാട്ട്? ആരാരോ രാരിലാരോ. എന്റെ ദൈവമേ, ഈ കിടക്കുന്ന എന്റെ മോൻ സാറാകുവോ, പോലീസാകുവോ, എഞ്ചിനീയർ ആകുവോ, പട്ടാളക്കാരനാകുവോ, ബാങ്ക് മാനേജരാകുവോ, ഒസാമ ബിൻ ലാദനാകുവോ, സദ്ദാം ഹുസൈൻ ആകുവോ, വീരപ്പനാകുവോ, ഒരു പിടിയുമില്ല. ഇവൻ ആരാരോ. അമ്മ മോളെ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ട് ചോദിക്കുന്നു, ഇവൾ ആരീരാരോ? ഇവൾ ബാങ്ക് മാനേജരാകുവോ, കന്യാസ്ത്രീ ആകുവോ, മിലിറ്ററി നേഴ്സാകുവോ, അതോ രസതന്ത്രക്കാരി കൂടത്തായി ജോളിയാവുവോ, ഊർജതന്ത്രക്കാരി സരിതാ നായരാകുവോ, നയതന്ത്രക്കാരി സ്വപ്ന സുരേഷ് ആകുവോ, അതോ ജ്യൂസുകാരി രേഷ്മയാകുവോ? ഇതാരാരോ ആരിരാരോ, ഒരു പിടിയില്ല. യോസേപ്പിതാവ് ശിമയോന്റെ കൈകളിൽ ദേവാലയത്തിൽ പൈതലായ യേശുവിനെ കൊടുത്തപ്പോൾ ശിമയോൻ പറഞ്ഞു, ഇവൻ ആരാരോ ആരിരാരോ. ഇവൻ എന്ത് തന്നാലും സഹിച്ചോണം. സ്വന്തം മക്കളെ കുറിച്ച് എന്ത് സംഭവിച്ചാലും സഹിക്കാൻ പറ്റുന്ന അപ്പനാകണം, സഹിക്കാൻ പറ്റുന്ന അമ്മയാകണം. കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവഹിതമെന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന വ്യക്തികളാകണം. അവിടെയാണ് യോസേപ്പിതാവിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമായി മാറുക. ചിന്തകളെ അവസാനിപ്പിച്ചു കൊണ്ടുവരാം. യോസേപ്പിതാവ് കണ്ട മറ്റൊരു വലിയ മാതൃക ഈ തിരുനാളാണ്. മെയ് 1 തൊഴിലാളി മധ്യസ്ഥനായ യോസേപ്പിതാവിന്റെ തിരുനാളാണ്. യോസേപ്പിതാവ് പറയുന്നു, ഏൽപ്പിക്കുന്ന ജോലി എത്ര ചെറുതാണെങ്കിലും അത് അന്തസ്സോടെ ചെയ്തോണം. ചെയ്യുന്ന ജോലിയുടെ വലിപ്പം നോക്കരുത്. എന്തു പണി കിട്ടിയാലും അത് ഭംഗിയായി ചെയ്തോണം. അടുക്കളയിൽ പാത്രം കഴുകിയാലും, മുറ്റം അടിച്ചു വാരിയാലും, പറമ്പിൽ കൃഷി ചെയ്താലും, കടയിൽ പോയാലും, എന്തു ചെയ്താലും പണിയുടെ മുഴുപ്പമല്ല, ചെയ്യുന്ന രീതി സമർപ്പണത്തോടെ ചെയ്തുകൊള്ളുക. കർമ്മമാർഗത്തിൽ യേശുവിനെ കണ്ടെത്തണം. ഇതാണ് യേശു വരുന്ന രാത്രിയിൽ കർമ്മമാർഗത്തിൽ യേശുവിനെ കണ്ടെത്തിയവരുണ്ട്. എന്താ കർമ്മമാർഗം? തൊഴിലിന്റെ മാർഗം. ചെയ്യുന്ന ജോലി ഭംഗിയായി ചെയ്യുന്നവൻ കർത്താവിലെത്തും. ആ ജോലി ഭംഗിയായിട്ടുള്ള ബലം കിട്ടാൻ വേണ്ടി കോട്ടയ്ക്ക് പോകണം, അണകരിക്ക് പോകണം, അട്ടപ്പാടി പോകണം, IMSC പോകണം, കൃപാസന്തി പോകണം. അത് ചുമ്മാ തൊഴിൽ പോലെ എന്നും അങ്ങോട്ട് പോക്ക് അത് ദൈവത്തിന്റെ പദ്ധതിയേ അല്ല. ദൈവത്തിന്റെ പദ്ധതി ഒരപ്പന് അപ്പന്റെ പണി ഭംഗിയോട് ശക്തി കിട്ടാൻ വേണ്ടി ധ്യാനമന്ദിരങ്ങളും കൺവെൻഷൻ ധ്യാനങ്ങളും, അല്ലാതെ വീട്ടിലെ ജോലി നോക്കാതെ കൗൺസിലിംഗ് പോകുന്നത് ദൈവത്തിന്റെ പദ്ധതിയല്ല. നല്ല അപ്പനായിട്ട് ജീവിക്കാതെ ഭക്തിപ്രസ്ഥാനം പറഞ്ഞു നടക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയല്ല. അങ്ങനെ പോയ കുടുംബങ്ങൾ മുടിഞ്ഞു പോയിട്ടേ ഉള്ളൂ ഞാൻ കണ്ടിട്ടുള്ളത്. ചെയ്യുന്ന ജോലിക്ക് ശക്തി കിട്ടാൻ
ധ്യാനമന്ദിരങ്ങൾ, ധ്യാനങ്ങൾ, കൺവെൻഷൻ. അച്ഛനായി എന്നെ ദൈവം വിളിച്ചത് ചൊവ്വായിൽ വെള്ളമൊന്നും തപ്പാൻ വേണ്ടിയല്ല, ചൊവ്വ ബൈബിൾ പറയാൻ വേണ്ടിയാ. ഞാൻ അത് ചെയ്താൽ മതി, അത് ഭംഗിയായിട്ട് ചെയ്യാം. ഒരു ഓട്ടോറിക്ഷക്കാരൻ അവൻ്റെ ഓട്ടോറിക്ഷ ഭംഗിയായി ഓടിച്ചാൽ മതി. ഒരു കശാപ്പുകാരൻ അവൻ്റെ കശാപ്പ് ഭംഗിയായി ചെയ്താൽ മതി. ഒരു കർഷകൻ അവൻ്റെ കാർഷിക തൊഴിൽ ഭംഗിയായി ചെയ്താൽ മതി. ചെയ്യാനുള്ള ശക്തി കിട്ടാൻ കൃപാസനം, IMS, അസീസി, അണക്കര, കോട്ട, ജെറുസലേം ധ്യാനമന്ദിരം. അവിടെ പോകുന്ന സ്ഥിരം പ്രാർത്ഥന ദൈവത്തിന്റെ പദ്ധതിയല്ല, തമ്പുരാന്റെ പദ്ധതി. എന്റെ കടമ നിറവേറ്റാൻ ശക്തി കിട്ടാൻ വേണ്ടി ധ്യാനങ്ങളും ധ്യാനമന്ദിരങ്ങളും. അതാണ് യേശു പിറന്ന രാത്രിയിൽ കർമ്മമാർഗത്തിൽ അവനെ തേടി സ്വന്തം പണി ഭംഗിയായി ചെയ്ത് കർത്താവിലെത്തിയവരാണ് ആട്ടിടയന്മാർ. യേശു പിറന്ന രാത്രിയിൽ ആട്ടിടയന്മാർക്ക് ഒരു ജോലിയുള്ളൂ, ചെന്നായിൽ നിന്നും മോഷ്ടാക്കളിൽ നിന്നും ആടിനെ രക്ഷിക്കുക. കൃത്യമായി ഡ്യൂട്ടി നിർവഹിച്ചു അവർ ക്രിസ്തുവിൽ എത്തിച്ചേർന്നു. നമ്മുടെ ജീവിതത്തിൽ യോസേപ്പിതാവ് പറയുന്നു, ഒരപ്പൻ അന്തസ്സുള്ള അപ്പനായി വിലയുള്ള ഭർത്താവായി വീട്ടിൽ ജീവിക്കുക. ഒരമ്മ അന്തസ്സുള്ള ഭാര്യയായി വിലയുള്ള ഭാര്യയായി വീട്ടിൽ ജീവിക്കുക. കുഞ്ഞുങ്ങൾക്ക് നല്ല മാതാപിതാക്കളാകുക. കുഞ്ഞുങ്ങൾ വിധേയത്വമുള്ള മക്കളായി ജീവിക്കുക. അങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ച് കർമ്മപഥങ്ങളിൽ ഉത്തരവാദിത്വം നിറവേറ്റി പോകുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം സമൃദ്ധമായി നമുക്ക് ലഭിക്കും. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരിക്കൽ കൂടെ ഈ ദേവാലയത്തിൽ വന്ന് നിങ്ങളൊത്ത് ചിന്തകൾ പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ. 2 പതിറ്റാണ്ട് മുമ്പായിരുന്നു ഞാൻ ഒരാഴ്ച ഇവിടെ താമസിച്ച് ഞങ്ങൾ 5 അച്ഛന്മാർ ധ്യാനിപ്പിച്ചു. അന്ന് ബഹുമാനപ്പെട്ട മാളികലച്ചൻ അദ്ദേഹം നിര്യാതനായി. അദ്ദേഹത്തിന്റെ കാലത്ത് വഴിക്കപ്പുറത്തൊരു ഒരു വീട്ടിൽ ഞങ്ങൾ 5 അച്ഛന്മാർ താമസിച്ച് വീട് മുഴുവൻ കയറി ഇറങ്ങി ശുശ്രൂഷ നടത്തി പോയതിൻ്റെ ഓർമ്മയുണ്ട്. 2 പതിറ്റാണ്ടിന് ശേഷം ഇവിടെ വരുമ്പോൾ സന്തോഷം. അന്ന് തിരുനാളിൻ്റെ കൂട്ടത്തിൽ അന്ന് മാള അരവിന്ദിൻ്റെ ഒരു തമാശ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇന്ന് ഓർമ്മയിൽ ഓർക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നൽകട്ടെ. യോസേപ്പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ജീവിതയാത്രയിൽ ഉയർന്നും താഴ്ന്നും പോകുന്ന ഗതിവിഗതികളിൽ തളരാതെ പിടിച്ചെടുക്കാൻ യോസേപ്പിതാവിൻ്റെ മധ്യസ്ഥത ലഭിക്കട്ടെ. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.